പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിൽ സർവ്വദാ വർഷിക്കുമാറാകട്ടെ. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിത വൈശിഷ്ട്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവായ ഹസ്രത്ത് അലിയോട് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം നൽകുന്ന വിവരണമാണ് ഷമായിൽ തിർമിദിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേതാണ്ട് ഇങ്ങനെയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തിരുമേനി പ്രസന്നവദനും മൃദുല സ്വഭാവിയും കരുണാവത്സലനും ആയിരുന്നു. നിഷ്ഠൂരനും ലുബ്ധനും അല്ലായിരുന്നു. ഓരോ കാര്യത്തിനും ഒച്ചയിടുന്ന പതിവുണ്ടായിരുന്നില്ല. വായിൽ നിന്നും ചീത്ത വാക്കുകൾ ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. മറ്റുള്ളവരുടെ കുറവുകൾ അന്വേഷിക്കുന്നയാളോ ഞെരുക്കത്തെ ചൂഷണം ചെയ്യുന്നയാളോ ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത സംഗതികൾക്ക് മുന്നിൽ കണ്ണടച്ചു കളയുമായിരുന്നു. നബിയിൽ പ്രത്യാശ വെച്ചവനെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. വിസമ്മതം പ്രകടിപ്പിക്കുന്നത് നേരിട്ടുള്ള നിഷേധം കൊണ്ടോ പ്രതിഷേധം കൊണ്ടോ ആയിരുന്നില്ല, മൗനം ദീക്ഷിച്ചുകൊണ്ടായിരുന്നു. പ്രവാചകൻ്റെ രീതി അറിയുന്നവർ മൗനത്തിൻ്റെ ഉദ്ദേശം ഗ്രഹിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. 3 കാര്യങ്ങൾ തനിക്ക് വേണ്ടി നബി വർജിച്ചിരുന്നു: തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുക, ആവശ്യത്തിലും കവിഞ്ഞു സംസാരിക്കുക, ആവശ്യമില്ലാത്ത സംഗതിയിൽ ചെന്നുപെടുക. ഇവയാണവ. 3 കാര്യങ്ങൾ അന്യർക്കു വേണ്ടിയും അദ്ദേഹം വർജിച്ചിരുന്നു. ആരെയും ചീത്തയെന്ന് പറഞ്ഞിരുന്നില്ല. ആരുടെയും കുറവുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. ആരുടെയും ഉള്ളുകള്ളികൾ ചികഞ്ഞു നോക്കിയിരുന്നില്ല. പ്രയോജനമുള്ളതായി പരിണമിക്കാൻ സാധ്യതയുള്ള സംഗതികളെ സംസാരിച്ചിരുന്നുള്ളൂ. അദ്ദേഹം സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അനുചരന്മാർ അതീവ ശ്രദ്ധാലുക്കളായി മൗനം പൂണ്ട് ശ്രവിച്ചിരുന്നു. അവരുടെ ശിരസ്സുകളിൽ പക്ഷികൾ ഇരിപ്പുണ്ട്, അനങ്ങിയാൽ പറന്നു പോകും എന്ന വണ്ണം. നബി നിശബ്ദനാകുമ്പോൾ മാത്രം അവർ അന്യോന്യം സംസാരിക്കും. മറ്റാരെങ്കിലും സംസാരിക്കുമ്പോൾ അയാൾ നിർത്തുന്നതുവരെ അദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കും. ജനങ്ങൾ ചിരിക്കുമ്പോൾ പ്രവാചകൻ പുഞ്ചിരിക്കും. ജനങ്ങൾ അത്ഭുതം പ്രകടിപ്പിക്കുമ്പോൾ നബിയും അപ്രകാരം ചെയ്യും. അന്യരാരെങ്കിലും വന്ന് മര്യാദ ലംഘിച്ച് സംഭാഷണം നടത്തിയാലും അസഹ്യത കാട്ടിയിരുന്നില്ല. തന്നെ പുകഴ്ത്തിപ്പറയുന്നത് കേൾക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ആരെങ്കിലും നബിയുടെ ഔദാര്യത്തിനും പാരിതോഷികത്തിനും നന്ദി പ്രകടിപ്പിച്ചാൽ അദ്ദേഹം അത് അംഗീകരിച്ചിരുന്നു. ഒരാൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നത് പ്രവാചകൻ്റെ രീതി ആയിരുന്നില്ല. വളരെ ഉദാരനും വളരെ ഋജുവചസ്സും വളരെ മൃദുല സ്വഭാവിയും വളരെ സൗഹാർദ്ദശീലനുമായിരുന്നു നബി തിരുമേനി. ഒരാൾ അദ്ദേഹത്തെ പെട്ടെന്ന് കണ്ടാൽ ഗൗരവക്കാരനായി തോന്നുമെങ്കിലും പരിചയത്തിലേക്ക് നീങ്ങുമ്പോൾ സ്നേഹിക്കാൻ തുടങ്ങും. ഷമാഇൽ തിർമിദി.